guys. Day 2 ഊട്ടിയാണ്. എന്താണ് കഷ്ടാന്നറിയോ? I love you. അപ്പൊ ഞങ്ങൾ പറയുന്നുണ്ട്. ഞങ്ങളിപ്പോ ഉദകമണ്ഡലം ഒരു ടോയ് ട്രെയിൻ പോലത്തെ റെയിൽവേ സ്റ്റേഷനാണുള്ള കാണിച്ചുതരാം. അവിടെ ഒരു ട്രെയിനിൻ്റെ ഒക്കെ ഉണ്ട്. നമുക്ക് അപ്പൊ രാവിലെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് നേരെ ഓടിയായിരുന്നു. കുറച്ച് ലേറ്റ് ആയി എന്നല്ല, പറയാനില്ല, നമ്മളൊന്ന് കളിപ്പിച്ച്. മാവ് ദോശന്റെ മാവ് ജസ്റ്റ് അടിയിൽ മാത്രം ആയ പോലത്തെ ഒരു ഫീൽ ഉണ്ട്. അതുപോലെ മറ്റേ അങ്ങനെ പ്രശ്നമുണ്ട്. ബാക്കിയെല്ലാം കുഴപ്പമില്ല. ചായ നല്ല ചായ ഊട്ടിയിൽ ചായ എനിക്ക് ഇതുവരെ കിട്ടിയല്ല അടിപൊളി അടിപൊളിയാണ്. ചായ കോഫിയാണ്. ചായക്ക് ഭയങ്കര ഡിമാൻഡ് ആയതുകൊണ്ട് ചായ ഇത്ര 2 മണിക്ക് ട്രെയിനുള്ളൂ എന്ന് പറയുന്നത്. അതുവരെ നമുക്ക് ടിക്കറ്റ് എടുത്ത് പോയിട്ട് വരാം. നേരത്തെ നമ്മൾ അവിടെ എത്തിയെന്ന് പറഞ്ഞ് കാണിച്ചിട്ട് അത് ട്രെയിനിൽ കയറുന്നതും കാണിക്കാതെ ഇവിടെ വന്നിട്ട് പറയും ബോട്ടിൽ കയറുന്നതും കാണിക്കാന്നിട്ട് പറയും. അപ്പോൾ നമ്മളങ്ങനെ പറയില്ല, കാരണം നമ്മളങ്ങനെ പറഞ്ഞിട്ട് നടന്നിട്ടില്ല. അവിടെ എന്താ പറയുക, ട്രെയിന് 2 മണിക്ക് എടുക്കുമല്ലോ സമയം. ഇപ്പോൾ 10:15 അയച്ചാൽ അത്രയാണ്. അപ്പം അത് 2 മണി എന്ന് പറയുമ്പോൾ വേസ്റ്റാണ്. പറഞ്ഞു അങ്ങനെ പറഞ്ഞു നമ്മൾ നേരെ ബോട്ടിങ് വരുന്നുണ്ട്. മറ്റേ ഹൈവേണ്ടതായ എന്നിട്ട് അപ്പൊ നമ്മൾ ബോട്ടിങ്ങിന് പോകുന്നു പറയില്ല, കാരണം ഇവിടെ എത്തിയിട്ട് 2 മണിക്ക് എടുക്കാന്ന് പറഞ്ഞാൽ പോയി. ഇവിടുത്തെ ക്യൂ എല്ലാം കണ്ടു കഴിഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ തട്ടി പോകുമ്പോൾ വലിയ വലിയ കാര്യങ്ങൾ വരും. ബോട്ടിലേക്ക് കയറുകയാണ്. അയ്യോ അങ്ങനെ ഡ്രൈവറെല്ലാവരും ബോട്ട് കയറാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. എല്ലാവരും സെറ്റാക്കിയിരിക്കുകയാണ്. ഇതൊന്നും ഇതാക്കട്ടെ. നമ്മള് ബോട്ടിന് വേണ്ടി വെയിറ്റിംഗിലാണ്. തിരക്ക് ഭയങ്കര രസമാണ്. അപ്പോൾ നമ്മുടെ ഫാമിലി 2 സെക്ഷൻ ആയിട്ടാണ് പോകുന്നത്. നമ്മളെല്ലാം ബോട്ടിലാണ് പോകുന്നത്. പിന്നെ ഇവർ പോകുന്നത് പെടലാണ് പോകുന്നത്. അപ്പോൾ ഇതെല്ലാം പെടലിൽ പോകുന്ന 5 ആളാച്ച. ബാക്കി എല്ലാവരും അധ്വാനിക്കാൻ വയ്യ. കാർത്തിക് അങ്ങനെ നമുക്കൊന്ന് കാണാലോ. എന്നാല് കാണാലോ. ഇതാ അവിടെയുണ്ട്. നമ്മളെല്ലാവരും വെയിറ്റിംഗ് ആണ്, ക്യൂ ആണ്.
അങ്ങനെ നമ്മൾ ക്യൂ കഴിഞ്ഞത് ഇവിടെ എത്തി. നെക്സ്റ്റ് നമ്മൾ ബോട്ട്. ടീം അങ്ങനെ നമ്മുടെ ബോട്ടിലെത്തി. എല്ലാവരും ഉണ്ട്. ബാക്കി കുറച്ച് ടീംസ് എടുത്തു അവിടെ എത്തിന്ന് തോന്നുന്നു. അതാന്ന് തോന്നുന്നേ. പ്ലേ ഏരിയയിലും വരുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ. മുങ്ങി. ബോട്ട് എക്സ്പീരിയൻസ് അല്ലേ ലാസ്റ്റ് ഒരു കൊളാക്കിട്ട് എപ്പോഴല്ലേ നമ്മളെവിടെ പോയാലും എവിടെയല്ലേ പ്രശ്നം. നമ്മളെവിടെ പരിപാടി ഒപ്പിച്ചാലും ഇങ്ങനെ തന്നെയാണ്. ഒന്നും ആദ്യമല്ലേ ലാസ്റ്റ്, ഇത് ലാസ്റ്റ് ആയി പോയി. എങ്ങനെയുണ്ടെന്നും പറ.
നല്ല രസമായിരുന്നു. ഒരിക്കലും എനിക്ക് കയറരുത്. പെടല്ല ചവിട്ടുന്നില്ല. നമ്മള് എത്ര ആൾക്കാർ ചവിട്ടി അല്ലേ? ഇപ്പൊ നമ്മൾ ഹൊറർ ഹൗസ് പോകാനാണ്. കിട്ടുന്നുണ്ടോ? നമ്മളിങ്ങനെ നടക്കുകയാണ്. ചെരുപ്പ് വയ്ക്കണം. ഫസ്റ്റ് നീ ആരെങ്കിലും മുമ്പിൽ പോ. ഇങ്ങോട്ട് അടി കുറഞ്ഞോട് കേട്ടോ. പറ എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര മടിപ്പെടുത്തുന്നതായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഞാൻ അച്ഛനെ
കുറേ പ്ലേ മിനി സ്റ്റേഷൻ, മിനി ട്രെയിൻ സ്റ്റേഷൻ, ബോട്ട് ഹൗസ്, സുധനമംഗലം. ഓക്കെ, ഒരേ വയ്യല്ലേ, എൻജോയ് പണ്ണു. നെക്സ്റ്റ് ഇതിൽ ഞങ്ങൾ ബൈ ബൈ. അതിൽ നിറച്ചാണല്ലോ. ബൈ ബൈ. അങ്ങനെ ഇവർക്ക് സീസോ കളിക്കണമെന്ന് പറഞ്ഞമേ ഇല്ല, അങ്ങനെ തന്നെ അതാ ഈശ്വര റൈഡിന്റെ വേറെ പോയതാ. 5 ബാഗ് കയറി കഴിഞ്ഞു. ട്രെയിനിൽ യാത്രയാവണം. എങ്ങനെ ഇതിന്റെ അകത്തുനിന്ന് പിടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. ജംഗിളിൽ കയറാം. ഇത് മാറ്റിട്ട് മറ്റേ ഈ ട്രെയിൻ എങ്ങനെയുണ്ടേനു? നമ്മൾ ട്രെയിനിൽ കയറിയിരുന്നു. പക്ഷെ നമുക്ക് ഊട്ടിയിൽ വന്ന ഈ ട്രെയിനാണ് നമുക്ക് അതന്നെ ഭയങ്കര എന്തെന്നാ പറയണേ, വെറുതെ നഷ്ടമായിരുന്നു. എത്ര ടിക്കറ്റിന് എത്ര റേറ്റ്? 60. എന്താണ് എന്താണ് ബോട്ട് ഹൗസിൻ്റെ ഞങ്ങളിത് ഇവിടുന്ന് ഇറങ്ങുക. അവളെ നോക്കി അത് നമ്മൾ
ഇതെല്ലാം നൂല് കൊണ്ടാണ് അത്ര ഉണ്ടാക്കിയത്. അങ്ങനെയല്ല 12 വർഷങ്ങളായി എവിടെയത് എവിടെയത് അതായത് സാധാ ക്യാൻവാസ് അല്ല പറഞ്ഞത്. ട്രൈബൽ തൊടസ്. ട്രൈബലിൽ ഏതൊരു മീൻസ് ഓരോ വിഭാഗം ഉണ്ടാവില്ല. അതിലൊന്നും കാര്യം. നീലക്കുറിഞ്ഞി. ആ ശരിക്കും ഫ്ലവറാന്ന് വിചാരിക്കുള്ളൂ. അതാ നിന്റെ തുളിച്ചതാ. അത് നീ എന്തായാലും ഓടുന്നേ. ഈ ഫ്ലവർ തുളിപ്പാന്നതാ അവിടെ എഴുതിക്കുന്നത്. അതാ ഫ്ലവർ. ഇത് നോക്കടാ, ശരിക്കുള്ള ഫ്ലവർ പോലെ തോന്നും. പക്ഷെ എല്ലാം എംബ്രോയിഡറി ആണ്, ത്രെഡ് വെച്ചിട്ട്. താമര, ആമ്പൽ. It's fiber fully hand making. Natural. 900 ഉണ്ട്, 700 ഉണ്ട്. Soap is pieces. Box not opening like കുതിരക്കൊന്ന് തേച്ചുണ്ടല്ലോ. അവിടെ നോക്കിയാ എനിക്ക് 10 പറയാനില്ല. നമ്മളെ അങ്ങാന്നുള്ള നമ്മൾ ഇവിടെ നടന്നു വന്നേ. എന്നിട്ട് നോക്കുമ്പോൾ ഇവിടെയല്ല, അങ്ങാ പോണ്ട. അങ്ങൊന്നും വണ്ടി അതാദ്യം പറയണത്. സംഭവം എല്ലാം രജിസ്റ്റർ ചെയ്യുന്ന വണ്ടിയും പോസ്റ്റാക്കി ദേഷ്യം പറയാൻ നടത്തായിരുന്നു. വെറുതെ നടക്കണം. അതിലത് എന്താ പറയുക, 2 വേർത്തായിട്ട് പോകും. ആ വേർത്തല്ലേ എന്താ പറയാ, ഇത് ബോട്ടും ഇപ്പം കയറി നമ്മളെ ത്രെഡ് ഹൗസ്, പിന്നെ ആനിമൽ മറ്റേ അങ്ങനെ. അത് 3 ഇവിടെ. അത് ഞങ്ങൾ പറഞ്ഞത് ഫുഡ് കഴിഞ്ഞതിനെ കാണിച്ചിട്ടില്ല എന്നുള്ള ഇതുണ്ട്. എങ്ങനെയുണ്ട് ബിരിയാണി പറയൂ. ചോറും കൊള്ളാം, നല്ലുണ്ട്. ഫുഡൊക്കെ കഴിച്ച് നമ്മളിതാ എങ്ങോട്ടോ പോവാം. എന്തേ കാണുന്നില്ല, അവിടെ എന്നാ ഫോട്ടോഷൂട്ടാണ്. ഫുഡ് കഴിച്ച സ്ഥലം മഹാരാജ. രാവിലത്തേത് ഞങ്ങൾ ഇവിടെ തന്നെ കഴിച്ചത്. പക്ഷേ രസം ഉണ്ടായിരുന്നില്ല. ഉച്ചക്കേത് പക്ഷെ കൊള്ളാം. ബിരിയാണി ആണെങ്കിലും സാദാ ചോറാണെങ്കിലും സൂപ്പറാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ അടുത്ത സ്ഥലത്തെത്തി കാണാം. എന്താ പറഞ്ഞാൽ കേട്ടില്ല. നീ വേറെ എന്റെ പിടിക്കുന്ന കുപ്പായ പിടിച്ചു എല്ലാവർക്കും കിട്ടായിരുന്നു. സ്ഥലം ഇതാണ് പൈൻ ഫോറസ്റ്റ്. വൈറ്റ് ഫോറസ്റ്റ്. പൈൻ ഫോറസ്റ്റ്, വൈറ്റ് ഫോറസ്റ്റോ കേക്കോ കുറച്ച്. അയ്യോ
വിളിക്ക്. വാ കം. ഗൈസ് വിളിക്കുന്നുണ്ട്. അപ്പുറം പോവാൻ പാടുണ്ടോ? എഴുതി വെച്ചിട്ടില്ല, അതുകൊണ്ട് പോവാൻ അവിടെ അശ്വരന്റെ കണ്ണ നോക്കട്ടെ. അതാ അച്ഛൻ അവിടെ നിങ്ങളെ ഓടുന്നതേ സ്ലോ മോഷൻ അല്ല, പിന്നെ ഇത് എന്തിനാ? ഇതെല്ലാം വ്ളോഗിൽ ഉണ്ടാവും കേട്ടാ. എനിക്കൊന്നും ഇങ്ങോട്ട് വരുന്നില്ല. ഒരു ഫോട്ടോ എടുത്തോണ്ട പിന്നെ നമ്മള് നടന്നതാക്കിയത്. നമ്മള് പറഞ്ഞ അപ്പുറത്ത് കടക്കാവൂ. അവിടെ ഒന്നില്ല, അവിടെ മരുഭൂമിയും ഇവിടെ വന്നു. കണ്ടില്ല. അങ്ങനെ വീശി അറിയാൻ പാടില്ല കേട്ടാ. സ്ലോ മോഷൻ്റെ കൂടെ തണുപ്പില്ലല്ലോ, പക്ഷെ ചൂടല്ലേ? തണുപ്പില്ലല്ലോ. സത്യം ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഫുള്ള് വെള്ളം, ഇവിടെ ഫുള്ള് ഡ്രൈ ആയിട്ട്. ഹലോ, എങ്ങനെയുണ്ട് ഈ സ്ഥലം? മരുഭൂമിയിലൂടെ നടന്ന് അതെ. വെള്ളം കണ്ടേ. പോവാ നമുക്ക് നടക്കപ്പാ. നിങ്ങൾ കമന്റ് ചെയ്യൂ. നമുക്ക് ഇനി അതിങ്ങനെ ഇതാക്കണം, സ്റ്റൈൽ ചെയ്യണം നോക്കാലോ. എനിക്കിങ്ങനെ ഇഷ്ടമായിന്, മറ്റേത് എനിക്ക് ഇഷ്ടമാണ്. കോട്ടിടാതെ. യെസ്, ഉള്ള സ്ഥലത്തല്ല ഞാൻ ഇനി. Come on. കണ്ണട നമ്മളങ്ങനെ ആദ്യം ഇറങ്ങി ജ്യൂസ് എടുക്കോ. ഇവിടെ ഇരിക്കുന്നുണ്ട്. ശരി, ഒരു സെക്കൻഡ്. നമ്മളൊരു മുട്ട കേറുന്നില്ല, മുട്ട തൊട്ടിട്ട് ഇങ്ങോട്ട് വരിക. കേറാൻ കഴിയല്ല, കാരണം നടന്ന് ക്ഷീണിച്ച്. അതുകൊണ്ട് അതായത് മനപ്പൂർവ്വം നമ്മളെ നടത്തിക്കുന്നൊരു ഡൗട്ടുണ്ട്.
ഡൗൺസ് നേച്ചർ. ആ സത്യം സത്യശാലി. പക്ഷേ കുറച്ച് ഇങ്ങനെ കാണാനുണ്ട് അത്രയല്ല. നല്ല വെയിലും ഒരുമാതിരി നല്ല സുഖം. നല്ല വെയിലത്ത് സൺബാത്തിന് ടൂറ് വന്നിട്ട് എന്താ പറയാ വെയിലടിച്ച് ടാൻ അടിച്ച് ഫുള്ള് കഴിക്കണ്ട ഭൂതത്തിൻ്റെ വീട്ടിൽ നമ്മൾ കർണാടകക്കാരെ പോലെ ആയി. അവർ അധിക്ഷേപിച്ചതല്ല, അവരുടെ എങ്ങനെയാണല്ലോ വെയിൽ കൊണ്ടതായിട്ട് അതുപോലെ പറഞ്ഞു. പോയാലോ? നമ്മള് പോന്ന മടുത്ത് റസീല പോന്നല്ല, വേറെ ഏതോ വഴിയിലൂടെയാണ് കയറി പോകാൻ പോകുന്നത്. അവിടെ എന്താ നോക്കാം, അഴയും കൂടെ നോക്കട്ടെ. വേറെ ഏതോ വട്ടത്ത് കയറാൻ പോകാം. ഇത് കൊള്ളാടാ, ശാന്തമായ പ്രകൃതി. ശാന്തമായ ശാന്തം മീറ്റിംഗ് ശാന്തമ്മ. അയ്യോ അച്ഛാ എന്റെപ്പാ ഈടെ നമ്മളെ വെയിലത്ത് ഇട അങ്ങും ഇങ്ങും തെണ്ടി തിരിഞ്ഞ് നടക്കുക. ഊട്ടിന്ന് പറഞ്ഞിട്ട് തണുപ്പ് പോയിട്ട് വെയിലാ. ഈ ടൂറിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം പറയൂ. നമ്മളെ നാട്ടിലാണെങ്കിൽ നമ്മളിങ്ങനെ ഇരിക്കുവോ? എന്ത് ഞാനിരിക്കും, ടൂറിന് പോയിട്ട് പറ. ടൂറിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ പറയണ്ട, എന്താ പറഞ്ഞ അച്ഛൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയണ്ടേ. വലിയ മോശമില്ല. രാവിലെ നമ്മളൊരു ഈ ബോട്ടിംഗ് സർവീസെല്ലാം നടത്തി, അതൊക്കെ മോശമില്ലായിരുന്നു, നല്ല രസമായിരുന്നു. 2 ബോട്ടിലായിട്ട് നമ്മളെല്ലാവരും കൂടി നടത്തി, നല്ല ഒരു രസമായിരുന്നു അത്. പിന്നെ എനിക്ക് ഇഷ്ടമായിട്ടുള്ള അങ്ങനെയുള്ള കുറേ 1-2 പരിപാടികൾ അതും നന്നായിരുന്നു. അപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്നത്തെ ഭക്ഷണം നന്നായിരുന്നു. ഉച്ചഭക്ഷണം നന്നായിരുന്നല്ലോ. ഉച്ചഭക്ഷണം അടിപൊളിയായിരുന്നു. രാവിലത്തത് അവിടത്തെ തിരക്ക് കാരണം പൂരി അവർ വേവാതെ എടുത്തു തന്നു നമുക്ക്. ഓക്കെ, സത്യം പറഞ്ഞ ഇത് ഷോടുന്നതാ. സത്യം പറഞ്ഞ ഇങ്ങനെയൊന്നല്ല പറയാ, ഇങ്ങനെയൊന്നല്ല പറയാ. പശുവിന്റെ പാട്ടിന് നോക്കട്ടെ. പശുവല്ലേ പശുവിന്റെ പുല്ലിന്റെ മുകളിൽ പശുവിന്റെ ഓണറാ. പറയൂ എക്സ്പീരിയൻസ്. നല്ല ഒറ്റ വാക്കിലങ്ങ് അവസാനിപ്പിച്ച്. ഒരുപാട് നടക്കാനുണ്ട്. അപ്പൊ 2 ദിവസത്തെ ക്ഷീണാന്ന്. പിന്നെ ഇന്നലത്തെ നമ്മളെ രാത്രി നമുക്ക് ഒരു 5-6 ദിവസത്തേക്ക് ഇവിടെ വന്ന് നിൽക്കണമെന്നുണ്ട്, പക്ഷെ കഴിയുന്നില്ല എന്നല്ല പറഞ്ഞോ.
മോള് അല്ല എടുക്കും കേട്ടാ. എന്താ അമ്മേ ഒരു വൈക്ലബ് മുഖത്ത്? അതെല്ലാം കയറണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നേരത്തെ പൈൻ ഫോറസ്റ്റ് കേവ് വന്നു വാട് ഇപ്പൊ അങ്ങനെ ഒരു വ്യൂ ഉണ്ട്. എത്ര കാര്യം ആടെ നിൽക്കൂല, അതിനപ്പുറം അങ്ങോട്ടേക്ക് നടന്നു പോകും. അങ്ങനെയല്ല. ഇനി ഒരു വ്യൂ പോയിന്റും കൂടി ഉണ്ട്. എന്തൊരു വ്യൂ പോയിന്റാ പറഞ്ഞു. നേരെ നാട്ടിലേക്ക്. അമ്മ നമുക്ക് ആടെ നോക്കാം. ക്യാമറയിൽ കണ്ടുപിടിക്കേണ്ട ആൾക്കാർ നേരെ ഇതിന്റെ അടിയിൽ വന്ന് നിന്നിട്ട് പോണം. എന്നാലേ ഇത് ക്യാമറക്ക് പിടിക്കാൻ കാണണ്ടേ. ക്യാമറ നോക്കണോ മേലെ ഇങ്ങള് അതിന്റെ നേരെ അടിയിൽ വന്ന് നിന്നിട്ട് നമ്മൾ മുഖം കാച്ചിട്ട് പോവുക. എന്നാലാ പോലീസ് പിടിക്കാൻ പറ്റും. ഈടെ ഒരു പ്രത്യേകതയുണ്ട്. ബാക്കി പറച്ച എല്ലാവരും കക്കുന്ന ആള് പിടിക്കുന്ന ആള് എല്ലാം എന്നിട്ട് പോലീസുകാർക്ക് കണ്ടുപിടിക്കേണ്ട ആള് ഇവിടെ വന്ന് ആ ക്യാമറ നോക്കിയിട്ട് പോവുക. അയ്യോ ആ ക്യാമറയുടെ അവസ്ഥ നോക്കേണ്ട. ക്യാമറ അമ്മ നോക്ക്. ക്യാമറ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നാട്ടില് കള്ളന്മാർക്കൊക്കെ നമ്മളതിൽ നിന്ന് ഇറങ്ങി. അപ്പൊ തന്നെ നല്ലൊരു മുഹൂർത്തം മഴ. ഇവിടെ കറക്റ്റ് നിങ്ങൾക്ക് കാണും എന്ന് എനിക്കറിയില്ല. പക്ഷെ പക്ഷെ നല്ല ഫീലിംഗാ മഴയത്ത് ഇങ്ങനെ നടക്കാൻ. പിന്നെ വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആ വ്യൂ പോയിന്റ് ആകുമ്പോഴൊക്കെ നമ്മൾ മഴ പെയ്യും, ചാൻസ് ഉണ്ട്. അപ്പം അത് നേരത്തെ വണ്ടി ഇങ്ങ് വരും. വണ്ടി ഇങ്ങ് വരുമെന്ന് പറയുന്നുണ്ട്. നോക്കാം. ഇനിയിപ്പോ നമ്മൾ ഓടേണ്ടി വരും. അങ്ങനെയാണ് മഴ പെയ്തതായി. ക്യാമറ നടക്കണ്ട അടുത്ത ഓക്കെ ഓക്കെ. എന്താ മൊത്തത്തിൽ ഹാപ്പി തിങ് മഴ പെയ്തു. ആ മഴ യെസ് മൊത്തത്തിൽ ബൈ. അല്ല സത്യം പേടിയാണ്. അപ്പോ ഇനിയിപ്പോ ഫുഡ് കഴിച്ച് നമ്മൾ ഈ വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ അത് അത്രേ ഉള്ളൂ. ഇനിയിപ്പോ നമ്മൾ എത്തിയ സ്ഥലത്തിന് വരുന്നൊരു സുൽത്താൻ 1 മണിക്കൂറാണ് തലശ്ശേരിക്കുള്ളത്. 2 മണിക്കൂർ തലശ്ശേരി. അതായത് 9 മണിയായി നമ്മളെല്ലാം കഴിച്ച് കഴിക്കും. 11 മണിയാകുമ്പോഴത്തേക്ക് അത് കഴിഞ്ഞ് ഈ ജേണി അവസാനിക്കുകയാണ്.
ഓക്കെ ഇവിടെയാണ് അത് വെജിറ്റബിൾ കുറുമ